തൊടുപുഴ നഗരസഭയിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാണ്. വൻഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ UDF-ൽ മുന്നണി തർക്കങ്ങൾ വെല്ലുവിളിയാക്കുന്നു. സ്ഥിരം സെക്രട്ടറി ഇല്ലാത്തതും മറ്റ് വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ അഭാവവുമാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. മഴക്കാല പൂർവ്വ ശുചീകരണവും മാലിന്യ നിർമ്മാർജ്ജനവും പാളിയിരിക്കുന്നു. UDF ധാരണപ്രകാരം ആദ്യഘട്ടത്തിൽ അധ്യക്ഷ പദവി മുസ്ലിം ലീഗിനാണ്. അധ്യക്ഷ സാബിറ ജലീൽ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിലെയും ലീഗിലെയും ഒരു വിഭാഗം കൗൺസിലർമാർ. നമുക്ക് സ്റ്റാഫുകളുടെ അഭാവം നന്നായിട്ടുണ്ട്. സെക്രട്ടറി ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ തന്നെയായാലും ഒരു ഫയൽ പോലും നാളിതുവരെ പെൻഡിങ് ആക്കാണ്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു ഭരണസ്തംഭനം എന്ന ഒരു നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ ഞാനെങ്ങനെ എന്നെ വിലയിരുത്തും? ആരോപണം എല്ലാവർക്കും ഉന്നയിക്കാമല്ലോ. ഈ ലീഗ് പ്രവർത്തകരോ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ആരോ നാളിതുവരെ എന്നോട് ഈ ഒരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. മങ്ങാട്ടുപോലെ നമ്മുടെ ബിൽഡിങ് നമ്മുടേതാണ്. അപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറിയാണ്. ആ പരാതിയിൽ സെക്രട്ടറിക്ക് ആക്ഷൻ എടുക്കാം. അതിനകത്തൊരു ചെയർപേഴ്സൻ്റെ ഒരു നിർദ്ദേശമോ ആവശ്യമില്ല. കാരണം കസ്റ്റോഡിയൻ സെക്രട്ടറി ആയ സ്ഥിതിക്ക് സെക്രട്ടറിക്ക് ആക്ഷൻ എടുക്കാവുന്നതുള്ളൂ. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഇപ്പോൾ ഈ പ്രതിഷേധവും പ്രതികരണങ്ങളും വിമർശനങ്ങളും വരുന്നത് മുന്നണിക്കകത്തു നിന്നാണോ, പ്രതിപക്ഷത്തിൽ നിന്നല്ലേ? സ്മൃതി, ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒരുപോലെ ഈ അധ്യക്ഷക്കെതിരെ ആരോപണങ്ങൾ പുറത്തു വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. പക്ഷേ ഭരണപക്ഷത്തുള്ള ഈ ആളുകളുടെ പ്രതികരണം പാർട്ടിക്കുള്ളിലാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പാലായ്ക്ക് പിന്നാലെ UDF ഭരിക്കുന്ന തൊടുപുഴ നഗരസഭയിലും ഭരണ പ്രതിസന്ധി അതിരൂക്ഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യഘട്ടത്തിൽ എടുത്തു പറയേണ്ട ചില ഉദാഹരണങ്ങൾ അത് മഴക്കാല പൂർവ്വ പ്രവർത്തികളായിരുന്നു. മഴക്കാല പൂർവ്വ പ്രവർത്തികൾ പൂർണ്ണമായും പാളി എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഒരു അരമണിക്കൂർ മഴ പെയ്താൽ പോലും തൊടുപുഴ നഗരം വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാലിന്യ പ്രശ്നങ്ങളും അതിരൂക്ഷമാണ്. അതുകൂടാതെ മറ്റൊരു പ്രശ്നം, മങ്ങാട്ടുകവലയിൽ ഒരു അനധികൃത നിർമ്മാണം നടന്നിരുന്നു. അത് പൊളിച്ചു മാറ്റണമെന്ന് ഈ അധ്യക്ഷയായിട്ടുള്ള സാബിറ ജലീൽ അടക്കം നിലപാടെടുക്കുകയും ആ കാര്യങ്ങളിലേക്ക് പോകുകയും ചെയ്തു. പക്ഷേ ഭരണപക്ഷത്തിലുള്ള കൗൺസിലർമാർ ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം, എതിർപ്പ് അവരെ അറിയിച്ചതോടുകൂടി ഈ പൊളിച്ചു നീക്കൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെ സാബിറ ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തി എന്നുള്ളതാണ്. UDF-ന്റെ യോഗം നടന്നപ്പോൾ ഈ സാബിറ ജലീൽ രാജിവെക്കണമെന്ന് മുസ്ലിം ലീഗിലെ കൗൺസിലർമാരും അതുകൂടാതെ കോൺഗ്രസിലെ കൗൺസിലർമാരും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമെന്ന നിലപാടിൽ തന്നെയാണ് സാബിറ ജലീൽ മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം LDF-ന്റെ ഭാഗത്തു നിന്നും LDF-ന്റെ ഭാഗമായി ഈ നഗരസഭയിലേക്ക് പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അധികാരത്തിൽ വന്ന 6 മാസം പിന്നിടുമ്പോഴും ഒരു താളം കണ്ടെത്താൻ UDF-നായിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടാതെ സാബിറ ജലീലിനെതിരെയുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിലും നിലനിൽക്കുന്നതിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തൊടുപുഴ നഗരസഭയിലും പ്രതിസന്ധിയാണെന്ന് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുകയാണ്.